ഹാപ്പി ഓണം, സുപ്രഭാതം. ബെല്ലടിക്കുക, വീട്ടിൽ നേരെ കയറി പോവാ. വരുന്നില്ലേ? എന്നാ പറഞ്ഞു ഇങ്ങനെ വന്ന് സ്വീകരിച്ചു ഹാപ്പി ഓണം. ചേച്ചി ഹാപ്പി ഓണം. മക്കളെ രണ്ടുപേരെയും പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവായിട്ട് നിക്കാം, പുതിയ കപ്പിൾസായിട്ട് നിക്കാം. വീട്ടിൽ ആരെങ്കിലും വന്ന് ചായ കൊടുക്കണം. മന്ത്രി വീട്ടിൽ ചായ കുടിച്ചിട്ട് തുടങ്ങി. ഓണം ദിവസം കൂടെ അല്ലേ, പായസം ചോദിക്കുന്നില്ല. കാരണം അതിരാവിലെ വന്ന് പായസം ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പോകുന്ന പോക്ക് കണ്ടിട്ട് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് അടുക്കളയിൽ. ഇപ്പൊ മന്ത്രിയായിട്ടുള്ള ആദ്യ ഓണം കൂടിയാണല്ലോ. ഇപ്പോ മന്ത്രിയായിട്ട് MLA ആയിട്ട് ഒക്കെയുള്ള ആദ്യ ഓണമാണ്. അപ്പോ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തൊക്കെയുണ്ട്? വളരെ സന്തോഷമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ജനപ്രതിയാവാൻ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ ആഗ്രഹമാണല്ലോ ഉള്ളത്. അപ്പോൾ ആദ്യം ഒരു 3 തവണ നമ്മൾ മത്സരിച്ചിട്ട് വിജയിച്ചില്ല. അപ്പം 4-ാം തവണയാണ്. അപ്പം 4-ാമത് തവണയാണ് ജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു സന്തോഷമുണ്ടെന്നുള്ളതൊരു സത്യമാണ്. ഇപ്പോൾ മന്ത്രി അല്ലെങ്കിലും ആള് തിരക്കിലാണ്. കാരണം പലവിധ പാർട്ടി ചുമതലകൾ ഉണ്ടായിരുന്നൊക്കെയാണ്. ഇതിലോട്ട് ഒരു കണ്ണ് വേണം കേട്ടോ. തിളച്ചു പൊങ്ങിയിട്ട് നിങ്ങൾ എന്റെ പാല് തിളച്ചു പൊങ്ങി എന്നെ പറയിക്കരുത്. ഇല്ല, നമ്മൾ രണ്ടുപേരും ഇടപെടുന്നില്ല. മൊത്തം മന്ത്രിയുടെ വക ചായയാണ് ഞങ്ങൾക്ക്. പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയോ? പാല് തിളപ്പിക്കുക, തേങ്ങാപ്പാല് ആദ്യം ഇടുക, അല്ല വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ക്ലിയർ ചെയ്യുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുക. തേങ്ങാപ്പാൽ ഈ ഉരുളിയിട്ട് തിളപ്പിക്കുക. അപ്പൊ അതിലേക്ക് ശർക്കര ചേർക്കണം. ശർക്കര ചേർത്ത് കലർത്തിന് ശേഷം മറ്റേ ഇത് അട വേവിക്കുക. അട വേവിച്ചതിന് ശേഷം അതിലേക്ക് എല്ലാം അതിന് മുമ്പ് വേവിച്ച് വെക്കുക. വേവിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം ഇളക്കുക, തിളച്ച് ചെയ്യുക. ഇത്രേ ഉള്ളൂ. പഴയ ഓണത്തിന്റെ ഓർമ്മ എന്തൊക്കെയാണ്? ഞങ്ങളുടെ നാട്ടിൽ ഓണം വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഹരിപ്പാട് ചെറുതന പഞ്ചായത്താണ്. അപ്പോൾ ഞങ്ങളുടെ ആ മൊത്തം പ്രദേശത്തിന് പറയുന്നത് ഓണാട്ടുകര എന്നാണ്. ഓണനാട്ടുകര എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യമായി പറയുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മേഖല എന്ന് പറഞ്ഞാൽ വള്ളംകളിയാണ്. അപ്പം എൻ്റെ ഒരു 10ാം ക്ലാസ് വരെ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. കുടുംബത്തിലെല്ലാവരും കൂടെ, അച്ഛന്, അപ്പൂപ്പൻ, അമ്മൂമ്മ, പിന്നെ ചിറ്റപ്പന്മാരുണ്ടായിരുന്നു, അപ്പച്ചിമാരുണ്ട്. എല്ലാവരും കൂടെ ചെറുപ്പത്തിലെല്ലാം ഒരുമിച്ചാണ്. തിരുവോണത്തിനൊക്കെ എല്ലാവരും ഒരുമിച്ച് വരാതിരുന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അപ്പോൾ അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ഈ പരിപാടികളൊക്കെ ആരംഭിക്കും. ഉപ്പേരി ഉണ്ടാക്കുക, പിന്നെ അച്ചപ്പം, ചെറിയ ഓടക്ക ഉണ്ടാക്കുന്നൊരു വലിയ ഇത്. അപ്പോൾ ഒരു വലിയ ഉത്സവം, ഒത്തിരി ആളുകളുണ്ട് വീട്ടിൽ. പിന്നെ വള്ളംകളിയാണ്. വള്ളംകളി എന്ന് പറഞ്ഞാൽ വളരെ നമുക്കെല്ലാം ചെറുപ്പത്തിൽ ഞങ്ങളുടെ എല്ലാം ഹീറോസ് എന്ന് പറഞ്ഞാൽ തുഴച്ചിക്കാരായിരുന്നു. തുഴയാനറിയാം, അത്യാവശ്യം തുഴയാനൊക്കെ അറിയാം. മത്സരത്തിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ പേരുദോഷം കേൾപ്പിക്കാതെ അത്യാവശ്യം തന്നെ തുഴ കൂട്ടിയിടിക്കും. തുഴയെന്ന് പറഞ്ഞാൽ അത് വളരെ ഫാസ്റ്റാണ്. അപ്പം നമ്മൾക്ക് പ്രൊഫഷണൽ തുഴച്ചിക്കാരല്ലാത്തതുകൊണ്ട് അവരുടെ പേസിൽ തുഴയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പണ്ട് അങ്ങനെ വരേണ്ടതല്ലോ. പാർട്ടിയിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം തുഴയറിഞ്ഞും തുഴ നീന്തി പഠിച്ചവരായിരിക്കും. അമരത്തിരിക്കാനും തുഴയാനും അറിയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ നാട്ടിലെ യഥാർത്ഥ തുഴച്ചിക്കാരോട് പിടിച്ചിരിക്കാൻ പാടാണ്. അത്യാവശ്യം മോശമല്ലാത്തൊരു ചായ അല്ലേ ഉണ്ടാകുമോ എന്തോ. കടുപ്പുണ്ട്, ചിലപ്പോ അച്ചാറുണ്ടോ. അപ്പൊ തവണ ഈ ഓണം ആഘോഷിക്കുമ്പോ ഞങ്ങൾക്കൊന്ന് ആടി വിളിയണമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവുമല്ലോ. അവർക്കൊക്കെ എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ അവധി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്? എന്തെങ്കിലും നേരത്തെ നല്ല സിനിമയിൽ പറഞ്ഞതുപോലെ ഇന്നസെന്റ് പറഞ്ഞോണ്ട് ഞാൻ കരയോം പ്രസിഡന്റ് മാത്രമല്ല സിനിമാ നടൻ കൂടിയാണെന്ന് പറയുന്ന പോലെ എക്സൈസ് മന്ത്രി മാത്രമല്ല സഹകരണ മന്ത്രി കൂടിയാണ്. നമ്മൾ നല്ല മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ ഒക്കെ തന്നെ വളരെ വിലക്കുറഞ്ഞാണ് സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2000 നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളല്ലേ വില കുറഞ്ഞു കിട്ടുന്നത്. ഞങ്ങൾക്കൊന്ന് ഈ പറയണമെന്നുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോ? സപ്ലൈ അൺഇൻറപ്റ്റഡ് സപ്ലൈ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിന് വേണ്ടി വളരെ കൃത്യമായി എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോർട്ടേജ് ഉണ്ടായിട്ട് വ്യാജമദ്യങ്ങളിലേക്കോ മറ്റോ പോകാതിരിക്കാൻ ആവശ്യമായ സപ്ലൈ എല്ലാ സ്ഥലങ്ങളിലും ഉറപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അതർ സൈഡിൽ ഇതിൽ നിന്ന് വിട്ടു വരേണ്ടവരായിരുന്നു. മയങ്ങില്ല കേരളം. അതാണ് മയങ്ങില്ല കേരളം എന്നൊരു ക്യാമ്പയിനാണ് നമ്മൾ വളരെ കാര്യമായി മുന്നോട്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തണ്ടർ എക്സൈസിന്റെ വളരെ എഫക്റ്റീവായി പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3.5 വർഷക്കാലത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാച്ചാണ് എക്സൈസ് നടത്തിയത്. അതിലെ നൈജീരിയൻ പ്രതികളെ വരെ പോയി. ഒരു സംവിധാനം ഇല്ലെങ്കിലും 5000 പേരാണുള്ളത്. വാഹനങ്ങളില്ല, ഫണ്ടൊക്കെ തന്നെ വളരെ കുറവാണ്. എന്നാൽ പോലും അവർ വളരെ ഇഫക്റ്റീവ് പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മദ്യമുക്ത കിനാശേരി അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? അത് ഞാനതിനെ കുറിച്ച് പഠിച്ചപ്പോൾ
മദ്യമുക്തമായ പ്രദേശങ്ങൾ ഒരു പരിധിവരെ പ്രായോഗികമല്ല. മദ്യവർജനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതുണ്ട്. ചെറുപ്പം മുതൽ ആ ഒരു കൾച്ചർ, ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്കിടയിൽ തന്നെ ഇത് ലഹരി ഒരു തെറ്റാണെന്നുള്ളൊരു ബോധം വളർത്തിക്കൊണ്ടുവരിക എന്നത്, അങ്ങനെ വന്നാൽ ഭാവിയിൽ ഇതിന്റെ കൺസപ്ഷൻ റേറ്റ് നമുക്ക് മാക്സിമം കുറയ്ക്കാം. ഈ ഊഞ്ഞാല് കണ്ടപ്പോഴാണ് ചോദിക്കണമെന്ന് വിചാരിച്ചത്. നമ്മളിങ്ങനെ ഫ്ലൈ ഹൈ എന്നുള്ളതാണല്ലോ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ. ചില്ലാട്ടം പറക്കൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത്. ഞങ്ങൾ അവിടെ ഒരു മാവിലായിരുന്നു. എന്റെ വീടിന് മുമ്പിൽ വലിയ മാവുണ്ടായിരുന്നു. അപ്പൊ അന്ന് ചെറുപ്പത്തിൽ ഏറ്റവും വലിയ തോന്നി ഇത് മോൾ ചെന്ന് ആ മാവിലെ കടിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ അതാണ്. പിന്നെ അത്തവും കൂടി അവിടെ എല്ലാവരും റെഡി ആക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് അത്തവും കൂടി ഇട്ടാലോ? എക്സൈസ് വകുപ്പ് കിട്ടിയപ്പോ എനിക്ക് ആദ്യം ഞങ്ങളെല്ലാരും മക്കളും എല്ലാരും ചിരിച്ച്. കാരണം ഇതിനെക്കുറിച്ച് മദ്യത്തെക്കുറിച്ച് ഉപയോഗം ഒന്നും അറിയാത്ത ഒരാളാണ്. ബ്രാൻഡിന്റെ ഒക്കെ പേരറിയോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇത്തരം സദസ്സിൽ ഇരുന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് പറഞ്ഞാല് നമ്മള് അതിനോടൊപ്പം ഒക്കെ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ അന്ന് തൊട്ടേ പ്രലോഭനങ്ങളെ അതിജീവിച്ചെത്തിയതാണ്. തീർച്ചയായും കള്ളുഷാപ്പിക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒത്തിരി അപ്പൊ പേരുദോഷം കേൾക്കുന്നുള്ള പേടി ഉണ്ടായിരുന്നു? അങ്ങനെയില്ല. ഞങ്ങളുടെ നാട്ടിൽ കള്ളുഷാപ്പുകൾ കുട്ടനാടെന്നൊക്കെ പറഞ്ഞ ഈ താറാവ് ഏറ്റവും നല്ല മത്സ്യം. അപ്പൊ നല്ല ഇപ്പൊ ഞങ്ങളുടെ അവിടെ കപ്പത്തറ എന്ന് പറഞ്ഞൊരു ഷാപ്പ് ഉണ്ടായിരുന്നു എൻ്റെ വീടിന്റെ തൊട്ടടുത്ത്. ഈ കപ്പത്തറയിൽ നിന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഇറച്ചി ലഭിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം വീട്ടിലേക്ക് ഇതൊക്കെ എപ്പോഴും ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഈ എനിക്കിപ്പോഴും എൻ്റെ ഒരു ഓർമ്മയില്ലാതുള്ള ഈ കപ്പത്തറയിൽ പോയി അവിടെ ബാലൻ ചേട്ടൻ എന്ന് പറഞ്ഞ വീട്ടിൽ ഈ ചെറിയ ചോറ്റുപാത്രത്തിൽ ഇത് വാങ്ങിക്കൊണ്ട് വരും ഇടയ്ക്കിടയ്ക്ക്. കഴിക്കണമെന്ന് തോന്നുമ്പോൾ വീട്ടിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് ഇത് പോയി കഴിക്കുകയാണ്. അപ്പൊ ഷാപ്പെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മദ്യപാനികളുടെ മാത്രം സ്ഥലമാകരുത് എന്നുള്ള ആഗ്രഹം ഭക്ഷണ പ്രേമികളുടെയും കൂടി ഇടാണ്. കേരള കോൺഗ്രസ് ലൈൻ ഉണ്ടല്ലോ ഇതല്ലേ? ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ? ഒരു കോൺഗ്രസ് മന്ത്രിയുടെ വീട്ടുമുറ്റത്ത് കേരള കോൺഗ്രസിന്റെ പൂക്കളം വരയ്ക്കുന്നതിൽ ജമന്തി പൂക്കളുണ്ടല്ലോ, ജമന്തി ഉണ്ട്, മഞ്ഞപ്പൂ ഉണ്ട്. കോളടിച്ച് ബൗക്കോ ജീവനക്കാരെന്ന് പറഞ്ഞിട്ട് 1,05,000 രൂപ അല്ലേ ബോണസ്? അതൊരു തുടർച്ചയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലാണ്. അപ്പോൾ ജീവനക്കാർക്ക് അതിൻ്റെ സപ്പോർട്ട് കൊടുക്കണം. ഇവർ മറ്റ് ജീവനക്കാരേക്കാൾ കൂടുതൽ ഒത്തിരി കഷ്ടപ്പെടുന്നു. ഇരിക്കാൻ പോലും പറ്റാതെ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ലോ ടൈം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ജോലി ചെയ്യുന്നുണ്ട്. ശമ്പളം കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. ബോണസ് കിട്ടിയോ? ഇല്ല, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ്. ഇത് കേട്ടപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ആഗ്രഹം തോന്നുന്നുണ്ട്. മന്ത്രിമാർക്ക് ബോണസ് ഉണ്ടോ? ഇല്ല, മന്ത്രിമാർക്ക് എങ്ങനെ ബോണസ് ഇല്ല. ഓണത്തിന്റെ സമയത്തുള്ള എനിക്ക് ഇത്തവണയാണല്ലോ ശമ്പളം കിട്ടി തുടങ്ങി. എനിക്ക് MLA ആയിട്ടില്ല മുമ്പ്. ഞാനത് ചോദിക്കുന്നത്, അതായത് ശമ്പളം വാങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓണം കൂടെയാണ്. തീർച്ചയായും ഞാൻ ഈ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വരുമാനം നമുക്കുണ്ട്. ശമ്പളം വാങ്ങുന്ന പോലെ അല്ല. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ശമ്പളം വാങ്ങുന്നത്. മന്ത്രിമാരുടെ ശമ്പളം മൊത്തത്തിൽ എല്ലാം കൂടെ വരുമ്പോൾ 1,80,000 രൂപയാണ് വന്നത്. അതിൽ ഈ ട്രാവൽ എക്സ്പെൻസ് ഉൾപ്പെടുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. ബമ്പർ എടുക്കാറുണ്ടോ? ലോട്ടറി എടുക്കാറുണ്ടോ? ഞാൻ ആരെങ്കിലുമൊക്കെ വഴിയിലൊക്കെ വെച്ച് വന്നിട്ട് ഈ സുഖമില്ലാത്ത ആളുകളൊക്കെ വന്നിട്ട് പറയുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നോക്കാറില്ലെന്നുള്ളതാണ് സത്യം. ഇനി ഏതെങ്കിലും അടിച്ചു പോയിട്ടുണ്ടോ? അറിയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ചോറ്, ചമ്മന്തി, പുളിശ്ശേരി, തൈര്, അതൊക്കെയാണ്. ആണോ? അതായത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഏത് അവസരത്തിലും കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ചെയ്യിക്കില്ല, അറിയോ? അത്യാവശ്യം അറിയാം. ചെറിയ പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുക, അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് സ്പൂൺ ഇട്ട് ഇത് ചെയ്യുക, എന്നിട്ട് ഒഴിക്കുക, എണ്ണ തിളപ്പിച്ച് ഉപ്പി ഇറങ്ങണം. ഓണ വിഭവങ്ങൾ ഏറ്റവും ഇഷ്ടം ഏതാ? എനിക്ക് പുളിശ്ശേരിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. പുളിശ്ശേരിയും പരിപ്പുമാണ്. ഈ പുളിശ്ശേരിയിൽ തന്നെ പലവിധ പുളിശ്ശേരി ഉണ്ടല്ലോ. ഏത്തക്കയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി. ഞങ്ങളുടെ നാട്ടിൽ ഈ പഴുത്ത മാങ്ങ ചേർത്തുള്ളത് ഇഷ്ടമാണ്. ചെറിയ ഇതാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറയണം, ഭാര്യ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണ വിഭവം ഏതാ? ഭാര്യ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണ്. എന്തൊരു ജനറസ് ആയ ഭർത്താവാണ്. ഇത്രയും ഡിപ്ലോമസിയോ? സത്യം പറ, ഏതാ ഏറ്റവും ഇഷ്ടം? ഏതാ? ഫിഷ് കറിയാണ്. അല്ല, ഓണത്തിനല്ല, മൊത്തത്തിൽ ഓണത്തിന്. പക്ഷെ എനിക്കിഷ്ടം പരിപ്പും പുളിശ്ശേരി, പിന്നെ ചെറിയ പായസം. അടയാണ്. ഇനി ഭാര്യക്ക് ഇഷ്ടമുള്ള വിഭവം പറഞ്ഞേ. അങ്ങോട്ട് നോക്കണ്ട, ഇഷ്ടമുള്ളത് പറ. ഭാര്യ എല്ലാം കഴിക്കുന്ന ആളാണ്. എന്നാലും എനിക്ക് തോന്നുന്നു പിന്നെ പരിപ്പ് കഴിക്കും. പരിപ്പിന്റെ ആളാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഉത്തരം പറയണം. ഓക്കെ അല്ലേ? തെറ്റായിട്ടുള്ള ഉത്തരം പറയണം. തീർച്ചയായും. മുഖ്യമന്ത്രി ആരാ? മുഖ്യമന്ത്രി
കെ നായർ. വളരെ ഡിപ്ലോമാറ്റിക് ഉത്തരവല്ലേ? KPCC അധ്യക്ഷനായിട്ട് വരണമെന്ന് ആഗ്രഹമുള്ള ഒരാളുടെ പേരുണ്ടാവുമല്ലോ, അതാരാ? KPCC അധ്യക്ഷനായിട്ട് വരണമെന്നുള്ള ഇപ്പൊ ഒരാളുണ്ട്, പക്ഷെ വരണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാരാ? വരണമെന്ന് ആഗ്രഹമുള്ള, അത് തെറ്റായ ഉത്തരവല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആർ ശങ്കർ വരട്ടെ. പിന്നെ ചോദിക്കാനുള്ളത്, ബെവ്കോയില് ഒരു അഴിച്ചുപണി വന്നു കഴിഞ്ഞാൽ അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാരാ? അത് പറയില്ല. കേട്ടോ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കള്ളത്തരമാണെങ്കിലും പറയാൻ പഠിക്കുന്നുണ്ട്. അത് തന്നെ ഒരു കള്ളത്തരം. ശത്രു ആരാ? തെറ്റല്ലേ പറയേണ്ടത്, ശത്രു ഉണ്ടെന്ന്. എനിക്ക് യഥാർത്ഥത്തിൽ വ്യക്തിപരമായി ഞാൻ അതിനെ പേഴ്സണൽ ശത്രുക്കൾ ഇങ്ങനെ പണ്ട് പറയാറുണ്ട്, ഫോർഗിവ് യുവർ എനിമീസ് ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ദെയർ നെയിംസ് എന്ന് പറയാറുണ്ട്. ഇനി ഞാൻ കുറച്ച് വസ്തുത അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ, ഏറ്റവും അടുത്ത സുഹൃത്താരാ? അടുത്ത സുഹൃത്തുക്കൾ കുറെ പേരുണ്ട്. വ്യക്തിപരമായ അടുത്ത് ഞാനത് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പേരുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലമുള്ള ഏറ്റവും അടുത്ത സുഹൃത്ത് മാത്യു കുഴൽനാടനാണ്. അത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് ലോ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വളരെ അടുത്ത, വ്യക്തിപരമായി തന്നെ വളരെ അടുത്ത. ഒരുപക്ഷെ ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക്, അതിപ്പോ പൊളിറ്റിക്സിൽ ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന, എപ്പോ വിളിച്ചാലും ഫോണിൽ കിട്ടുന്ന ഒരാളാണ് ലിജു ചേട്ടൻ എന്ന്. ലിജു ചേട്ടൻ എന്നാ പറയുന്നത്, ലിജു എന്ന് കൃത്യം പറയാം, ലിജു ചേട്ടൻ എന്നാ പറയാ. അങ്ങനെ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാകാൻ കാരണം മിനിസ്റ്റർക്ക് മുൻപുണ്ടായിരുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അതായത് മിനിസ്റ്റർ വിളിക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണല്ലോ ഇത്തരം ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും. നമുക്കറിയാം, ഈ ഫോണിന്റെ ഒരു കൾച്ചറൊക്കെ വന്നു തുടങ്ങിയത് തന്നെ ഞങ്ങളുടെയൊക്കെ 20s-ലാണല്ലോ. അതിനു മുമ്പ് വരെ അങ്ങനെ ഫോണിൽ കിട്ടാറുണ്ടായിരുന്നില്ല. ഫോണിൽ എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ആദ്യമായിട്ട് വന്ന മന്ത്രിമന്ദിരം എന്ന് പറഞ്ഞാൽ, നമുക്ക് തമിഴ്നാട് ടച്ച് ഉണ്ടോ ഇതിന്? തിരുവനന്തപുരത്തുകാരുടെ ഇതാണ്. അപ്പുറം തമിഴ്നാടല്ലേ, അവര് തിരുവനന്തപുരത്തുകാരുടെ അപ്പുറത്തേക്ക് പോകണ്ടേ? പാറശാലക്കാരാണ്. ഞാൻ നോക്കിയപ്പോ കേരള കോൺഗ്രസ്, ഇപ്പൊ നോക്കിയപ്പോ ഒരു വിജയിന്റെ കൊടിന്റെ ടച്ചിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇതിന്റെ പിന്നിൽ ആരാണ്? ഒന്ന് കൈ ഉയർത്തോ. ഈ കളറിന്റെ പിന്നിൽ ആരാണ്? കേട്ടോ, കൂട്ടുത്തരവാദിത്വമാണ്. ഒരാളെ ഒറ്റയ്ക്ക് വിടില്ല, എല്ലാം കൂട്ടുത്തരവാദിത്വമാണ്. ഞാൻ ആദ്യമായിട്ട് വന്ന മന്ത്രിമന്ദിരം ഇതാണ്, ഈ നിൽക്കുന്ന അജന്തയാണ്. കാരണം ഞങ്ങൾ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുന്ന സമയത്ത്, അതിനു മുൻപിൽ ഞാൻ TKM കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കൗൺസിലറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യമായി ഞാൻ കാണാൻ വരുന്ന മന്ത്രി G. കാർത്തികൻ സാർ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഞങ്ങൾ കാണാൻ വരുന്നത്. അപ്പം ഞാനൊരു സുഹൃത്തോട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നതുണ്ട്. ഈ കാർത്തികൻ സാറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഈ ഒരു ദിവസം ഈ പുള്ളി വിളിക്കുന്ന ആളുകളെ നീ ഫോൺ ആരെങ്കിലും വിളിക്കുമായിരിക്കും, അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വിളിക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ കണ്ട നല്ല മോഡൽസിൽ, അത് എല്ലാ നേതാക്കാരും വിളിക്കാൻ പറ്റില്ല, ഫ്രീക്വൻസി ഭയങ്കര. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് വരുന്ന കോളുകളാണ് വളരെ വളരെ കൂടുതൽ. പക്ഷേ ഇതിന് കാർത്തികൻ സാറിനെ കുറിച്ച് പറയുന്നൊരു കാര്യം തിരിച്ചു വിളിക്കാമെന്നൊരു കാര്യം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ പല അനുഭവങ്ങളിൽ ചില ആളുകൾ വിളിക്കുന്ന നമ്മൾ ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും, ഏറ്റവും ചിലപ്പോൾ ഒരു ആശുപത്രി കേസ് അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുപോലൊരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളെ വിളിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഫോൺ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നാൽ എപ്പോഴും ഇപ്പം മന്ത്രിയായതിനു ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, പല മീറ്റിങ്ങുകൾക്കിടയിലായിരിക്കും നമ്മൾ ഫോൺ പുറത്തു കൊടുത്തിട്ടാണ് പലപ്പോഴും പോകുന്നത്, എടുക്കാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും ഞാൻ KSU കാലഘട്ടം മുതൽ ഈ പരമാവധി ഫോൺ എടുക്കാനും ഫോൺ തിരിച്ചു വിളിക്കാനും ശ്രമിക്കാറുണ്ട് പരമാവധി. എന്നാൽ ഇപ്പോൾ പലപ്പോഴും മീറ്റിങ്ങുകളൊക്കെ വായി കഴിയുമ്പോൾ ആളുകൾ ചിലപ്പോൾ കിടന്നു കാണും. എൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ലേറ്റാണ്. എൻ്റെ ഒരു കൂടുതലും വളരെ രാത്രി കൂടുതൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വെളുപ്പിനെ എഴുന്നേറ്റല്ല, രാത്രി എത്ര അങ്ങോട്ട് പോകുന്നത്. വെളുപ്പിനെ എഴുന്നേക്കുന്നില്ല എന്നാ പറഞ്ഞത്. ഞാൻ നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് വെളുപ്പിനെ എഴുന്നേക്കുന്നതിനേക്കാൾ ഇഷ്ടം രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന. അപ്പൊ എന്താ പറയുക, ആ സമയത്ത് എനിക്ക് ആളെ വിളിക്കാൻ പറ്റില്ല. നമ്മൾ തിരിച്ചുള്ള കോള് വിളിക്കാൻ നോക്കുമ്പോൾ അതേ ഉള്ളൂ ഇപ്പോൾ ഉണ്ടാവും. പക്ഷെ വിളിക്കുമ്പോൾ അത് നമുക്കൊരു പല കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ KSUക്കാരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. നമ്മളെല്ലാം ആ ഒരു പാതയിലൂടെ ലിജുചേട്ടനെ വിളിച്ചാൽ കിട്ടും എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഭർത്താവ് ഇട്ട് കാണണമെന്ന്, മന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഭർത്താവ് ഇട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഡ്രസ്സ് ഏതാ? വൈറ്റ് ഷർട്ടും കൊണ്ട്. വിവാഹമായിരുന്നു? അല്ല, ഈ ലെവലിലേക്ക് പോയതുകൊണ്ട് ഞാൻ ചോദിച്ചു, അതെനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ എങ്ങനെ കണ്ടുകൂട്ടിയേ? ഞാനും കോളേജിൽ KSU രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ലിജുചേട്ടൻ ലോ കോളേജിലാണ്. ഞാൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ വന്ന് അങ്ങനെ കണ്ടുപരിച്ചു. ഫോണൊന്നും ഇല്ല, സജീവമല്ലായിരുന്നിട്ട് പോലും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി?
ഈ സെപ്റ്റംബർ 9 ആകുമ്പോൾ 20 വർഷം. അപ്പൊ സെപ്റ്റംബർ 9-ാം തീയതി വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പൊ ഓണം കഴിഞ്ഞ ഉടനെ വിവാഹ വാർഷികമാണ്. ഉത്രട്ടാതിക്കായിരുന്നു കല്യാണം. ഞാൻ പഠിച്ച കോളേജായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിക്കാൻ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്യാമ്പസിലെ KSU ഒക്കെ നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ. അതൊരു കൗതുകം. കാരണം എം ലിജു എന്ന് പറയുമ്പോ വളരെ അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ കൂടി പോകുന്ന ഒരാളായിട്ടാണ് ഞാനൊക്കെ കണ്ടിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ ഒരു ബഹളത്തിനൊന്നും നിൽക്കുന്ന ഒരാൾ ചർച്ചയിൽ വന്നിരുന്ന് ചൊടിപ്പിക്കാൻ നോക്കിയാൽ പോലും വളരെ സൗമ്യമായി ഇരുന്ന് മറുപടി പറഞ്ഞിട്ട് പോയ ഒരാളാണ്. അപ്പൊ അങ്ങനെ സൈഡിൽ കൂടെ പോയി സൈഡ് വാരം പോയപ്പോ എങ്ങനെയാണ് ആ പ്രപ്പോസ് ചെയ്തതെന്ന് പറയോ? അതൊക്കെ എങ്ങനെ നടന്നു കണ്ടോ, അതിലും എന്തോ വിളിക്കുന്നുണ്ട്. പറയാൻ ശ്രമിക്കുമ്പോ തടസ്സപ്പെടുത്തുക. ആദ്യത്തെ ഓണം മന്ത്രി എന്നുള്ളത് കുറെ തിരക്കുണ്ടെന്ന് അറിയാം. എന്നാലും യാത്രയൊക്കെ പോകാറുണ്ടോ ഈ ഓണം? ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ വലിയ യാത്രകൾ കുറേയൊക്കെ പോകാറുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ മിക്കവാറും കൂടുതൽ അങ്ങനെ ആയിരുന്നു. ഈ പൊളിറ്റിക്സിൽ നിന്ന സമയത്തെല്ലാം വളരെ ഇൻവോൾവ് ചെയ്തായിരുന്നത്. KPCC വന്നപ്പോഴും കൂടുതൽ അങ്ങനെ ഒരു യാത്രകളുടെ ഒരു പിന്നെ ഒരുമിച്ച് എത്തുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ ഓണം എന്തായാലും അങ്ങനെ യാത്രയൊന്നും ഇല്ല. എന്തായാലും മണ്ഡലം ഈ മക്കൾ എന്താ പറയാറുള്ളത്? ഇങ്ങനെ അച്ഛൻ തിരക്ക് പിടിച്ച് നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൂടെ കിട്ടാതിരിക്കുമ്പോ പറയാറുണ്ട്. ഇടയ്ക്ക് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മൂത്താളിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ വിഷമം. ബാംഗ്ലൂരും കൂടെ പോയത് കൊണ്ട് തിരിച്ചിങ്ങ് തിരുവനന്തപുരത്തേക്ക് ഇവിടെ വന്ന് നിൽക്കണം, അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്നും പറഞ്ഞു. ഇപ്പൊ ഈ ഓണം വരുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് പേര് ജപ്തി ഭീഷണിയും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂകളുണ്ട്. ജപ്തി ഭീഷണി എല്ലാം അവസാനിപ്പിച്ചിരുന്നു. ഗവൺമെന്റ് വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആശ്വാസം ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഓഗസ്റ്റ് 31 വരെ എല്ലാ ജപ്തിയും ലേലം എല്ലാം നിർത്തിവെച്ചു. പക്ഷെ എനിക്ക് അതിനകത്ത് ഒത്തിരി ഇടപെടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒന്നും ക്ഷോഭിച്ചോ ഒന്നും എം ലിജു എന്ന രാഷ്ട്രീയക്കാരനെയും യൂത്ത് കോൺഗ്രസ് ആയിരുന്നപ്പോഴും KPCC വന്നപ്പോഴും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇടിക്കുന്ന പരിപാടിയോട് എനിക്ക് അധികം താല്പര്യമില്ല. കാരണം അത് നമുക്ക് നമ്മുടെ ഒരു സ്പേസ് ഉണ്ട്. അത് നമ്മൾ മുന്നിൽ കയറി നിന്നതുകൊണ്ടോ പ്രൂവ് ചെയ്യേണ്ട ഒന്നല്ല. അപ്പം ഞാൻ പ്രകടനം നടക്കുന്നു, മുൻനിരയെ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ എഫർട്ടാണ്. എന്താണ് പറയുന്നത്, എന്താണ് നമ്മൾ പല തിക്കും തിരക്ക്. അപ്പം ഞാനങ്ങനെ പലപ്പോഴും നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ നിന്ന് പോകുന്നല്ലാതെ നമ്മൾ ഇടിച്ചു കയറാനായിട്ട് ശ്രമിക്കാറില്ല. മാറി നിൽക്കുക എന്നുള്ളതേ ഉണ്ട്. കാരണം അത് നമുക്ക് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ബോധ്യമുള്ളപ്പോൾ നമ്മൾ അവിടെ നിന്നത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അത് പിന്നെ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ കൂടി ഭാഗമാണ്. നമ്മൾ അങ്ങനെ ഒരു അത്രയും അങ്ങ് പ്രകടനപരതയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ ശോഭിക്കേണ്ടടുത്ത് ശോഭിക്കും. അതെന്ന് പറഞ്ഞാൽ ശോഭിക്കേണ്ടടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലയിടത്ത് നമ്മൾ ശക്തമായി പറയേണ്ടടുത്ത് നമ്മൾ ശക്തമായി പറയണം. പക്ഷെ അതൊരു ശോഭ എപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ട് നടന്നു അല്ലെ ആളുകളോട് ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ല. എന്നാൽ നമ്മൾ ചില ആളുകളോട് നമുക്ക് ചിലത് പറയേണ്ടി വരും. അതിങ്ങനെയാണ്. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈകാരികമായി പൊട്ടിത്തെറിച്ചാവണമെന്നില്ല. നമ്മുടെ നിലപാട് ഇങ്ങനെയാണ്, അതങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് നമുക്ക് പറയാം. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അപ്പൊ PMC നടപ്പാകും ഓണം കഴിയുമ്പോൾ? നയപരമായ തീരുമാനമാണ് അത്. ഗവൺമെന്റിന്റെ ഒരു നയമാണ്. മുഖ്യമന്ത്രിയും മുന്നണിയുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. അതാണ് അതിൻ്റെ. ഓക്കെ. അപ്പോൾ ഒരുപാട് ഓണങ്ങൾ മന്ത്രിമന്ദിരത്തിൽ ഉണ്ണാൻ കഴിയട്ടെ, അടിച്ചു പൊളിക്കാൻ കഴിയട്ടെ. രണ്ടുപേർക്കും കുറച്ചുകൂടി യാത്രകൾ, വ്യക്തിപരമായ കുറച്ചും കൂടി യാത്രകൾ കുടുംബവുമൊത്ത് നടത്താൻ കഴിയട്ടെ. അപ്പോൾ ഒരു വിശാലമായ ഒരു സമ്പൽ സമൃദ്ധി നിറഞ്ഞ എം ലിജു എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ അടയാളപ്പെടുത്തിയതുപോലെ എം ലിജു എന്ന എക്സൈസ് മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രിയെയും കേരളം അടയാളപ്പെടുത്തട്ടെ. അതിനാകട്ടെ. അപ്പൊ ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടി രണ്ടാളും കൂടി ചേർത്ത് ഒരു കോറസ് ആയിട്ട് ഒരു ബിഗ് ടിവിയുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസകൾ പറഞ്ഞു. ബിഗ് ടിവി പ്രേക്ഷകർക്കും ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും, മലയാളികൾക്ക് മാത്രമല്ല ഇത് കണ്ട് സന്തോഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.